കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൽ സലാം കൂടി ചേരുന്നു. അബ്ദുൽ സലാം സർ, കേരള സർവകലാശാല വി സിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസിനെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഓരോ ഫയലിലും ഒപ്പിടരുത് എന്നാണ് ഭീഷണി. യൂണിവേഴ്സിറ്റിയിലെ സെക്ഷൻ ഓഫീസുകളിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ അവരോട് അക്കാര്യം ഭീഷണി സ്വരത്തിൽ പറയുകയും ചെയ്തു. രജിസ്ട്രാർ വഴി മാത്രം ഫയലുകൾ പരിശോധിച്ചാൽ മതി എന്ന തിട്ടൂരമാണ് നൽകിയിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ഡോക്ടർ അബ്ദുൽ സലാം? എനിക്കിത് കേട്ടപ്പോഴത്തേക്ക് ചിരിയാണ് വന്നത്. അതായത് ഈ ഡെമോക്രസിയിൽ നമുക്ക് എന്തുവേണോ പറയാം, എന്തുവേണോ ചെയ്യാം, അത്രത്തോളം സ്വാതന്ത്ര്യം വാരി കോരി കൊടുത്തിരിക്കുകയല്ലേ ഡെമോക്രസിയിൽ. എന്തും ചെയ്യാം, അൺറെസ്ട്രിക്റ്റഡ്, എന്തും പറയാം അൺറെസ്ട്രിക്റ്റഡ്, ആരെയും നമുക്ക് വെല്ലുവിളിക്കാം, നിയമം കാറ്റിൽ പറത്താം. ഇവർ ചെയ്യുന്നതൊക്കെ നിയമലംഘനമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. വിശേഷിച്ച് ഒരു സ്ത്രീയോട്, സ്ത്രീ അല്ലെങ്കിൽ തന്നെ നിയമലംഘനം തന്നെയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവർ ചെയ്തു. അത് ശരിക്ക് അവര് എന്തെങ്കിലും അവർക്ക് പീഡനം പോലെയോ മാനസിക പീഡനമോ ശാരീരിക പീഡനമോ ഏറ്റിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് അവർക്ക് നീങ്ങാവുന്നതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതുപോലെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. അവരുടെ ആഗ്രഹം നടന്നില്ലെങ്കിൽ അവരെ വിചാരം അവർക്ക് എന്തൊക്കെയോ അധികാരം ഉണ്ടെന്നാ. ഈ ആക്ടും സ്റ്റാറ്റ്യൂട്ടും ഒക്കെ വായിച്ച് കൃത്യമായിട്ട് അറിയാം. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അധികാരം ഉണ്ടാവുന്നത് സിൻഡിക്കേറ്റ് കൂടി 10 മണിക്ക് വരുമ്പോൾ മാത്രമാണ് അധികാരം വരുന്നത്. വെൻ ദ സിൻഡിക്കേറ്റ് ഈസ് ഇൻ ചെയർ, ഇൻ പൊസിഷൻ, അത് തീരുന്നവരെ അധികാരമുള്ളൂ. അപ്പോഴേ അവർക്ക് എന്ത് അധികാരം? ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് മുന്നിൽ വരുന്ന ഫയലുകളിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് പാസ്സാക്കണോ പാസ്സാക്കണ്ടേ എന്ന് തീരുമാനിക്കുക. അതും നിയമത്തിന് വിധേയമായി. അത്രേ അധികാരം അവർക്കുള്ളൂ. പക്ഷേ വൈസ് ചാൻസലർക്ക് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്, എമർജൻസി പവേഴ്സ് ഉണ്ട്. ശരിക്കും വൈസ് ചാൻസലർ ഒരു അൺക്രൗണ്ട് കിങ് ആണ്. ആരും അധികാരം അങ്ങെടുത്ത് ഉപയോഗിക്കാറില്ല, നല്ല കാര്യത്തിന് പോലും ഉപയോഗിക്കാറില്ല. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇരിക്കുന്ന ഒരു മുൾക്കിരീടമാണ് കാര്യം. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണുമ്പോൾ അറിയാം. ധൈര്യമായിട്ടിരിക്കുക. ഒന്ന്, ധൈര്യം വിടാതിരിക്കുക. അവരെ എന്തെങ്കിലും ആക്രമിക്കുക വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി നേടുക, വളരെ പ്രധാനം. അതിൽ റെക്കോർഡ്സ് ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്യുക. മൂന്നാമത്, ഇന്നത്തെ സാഹചര്യത്തിൽ അവര് പ്രൊട്ടക്ഷന് എഴുതി കൊടുത്താൽ തന്നെ ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്തില്ലെങ്കിലും അവർ ചാൻസലർക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയുക, പ്രോ ചാൻസലറോട് പറയുകയല്ല, എഴുതി കൊടുക്കുക, ചീഫ് മിനിസ്റ്ററോട് പറയുക, DGPയോട് പറയുക, നിവൃത്തിയില്ലെങ്കിൽ കോടതിയോടും പറയുക. അഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കാൻ പറയുക. ഒരു കാര്യം കൂടെ സിസ സോമത്തിനെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നിയമം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ബൈബിള്, ആക്ട്, സ്റ്റാറ്റ്യൂട്ട്, അത് വിട്ടൊന്നും ചെയ്യരുത്. ആർക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യരുത്. ഫിയർ, വിതൗട്ട് ഫിയർ, വിതൗട്ട് ഫേവർ, ഇത് വെച്ചിട്ട് ആക്ട്, സ്റ്റാറ്റ്യൂട്ട്, അതാണ് ബൈബിൾ. ആ ബൈബിൾ അതാണെന്ന് മനസ്സിലാക്കി ഡെമോക്രസിയിൽ ഇങ്ങനെയുള്ള ഒരുപാട് അതിക്രമങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി. എന്നാൽ ചിലപ്പോൾ നമ്മുടെ ജീവൻ, എനിക്ക് 11 പ്രാവശ്യം എന്നെ എന്താ പറയുക, എൻ്റെ ജീവന് അപകടം വരത്തക്ക രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇവർ അതിന് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. അതുകൊണ്ട് അത് ഉണ്ടാവും. അവരുടെ പാർട്ടി സക്സസിന് വേണ്ടി അവരെന്തും ചെയ്ത് കളയുന്ന ഒരു രീതി അവർക്കുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും പിന്നെ നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ തേടിക്കൊണ്ട് പോവുക. അൾട്ടിമേറ്റ്ലി എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, വളരെ ഭയാനകമായ നിമിഷങ്ങൾ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതവരുടെ ഒരുപക്ഷെ അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് ഈ പാർട്ടിയുടെ. ഇതൊക്കെ മനസ്സിലാക്കി നിയമത്തിൽ ഊന്നി ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. അതാണ് സിസ തോമസിനുള്ള ഒരിത്. നമ്മുടെ ഡെമോക്രസി ഇങ്ങനെ ആയിപ്പോയില്ലേ. ഡെമോക്രസി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഓവറായിട്ട് ഫ്രീഡം വാരി കൊടുത്ത് എന്ത് തോന്നിയ ദിവസം ചെയ്ത് മറ്റുള്ളവന്റെ മൂക്ക് വരെ ഇടിച്ച് പരത്തുന്ന സ്വാതന്ത്ര്യം, അതിനെ അല്പം സോഫ്റ്റ് ആയിട്ടെങ്കിലും ഒന്ന് റെഗുലേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പല ഫോറങ്ങളിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. ടു മച്ച് ഓഫ് ഫ്രീഡം, സ്മാഷിംഗ് ദ നോസ് ഓഫ് ദി അതർ പേഴ്സൺ, എന്തുവേണോ ചെയ്യാം. അത് ഇപ്പോൾ അവരുടെ പാർട്ടിക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവർ ഇതുവരെയും പോകും. അതുകൊണ്ട് ഇതൊക്കെയാണ് അതിന്റെ മുന്നിൽ എനിക്ക് മനസ്സിലാവാത്തത്, എന്തുകൊണ്ട് ഈ തെമ്മാടി കൂട്ടത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ചുകൂടാ? ഇതിപ്പോൾ നിരന്തരം ഒരു ശല്യമായി മാറിയിരിക്കുകയാണ്. സർവകലാശാലകൾ, കേരളത്തിലെ സർവകലാശാലകൾ തങ്ങളുടെ കുത്തകയാണ് എന്ന ആ ഒരു ധാർഷ്ട്യവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്.
എന്തുകൊണ്ട് ഇതിനെ നിയമപരമായി ചോദ്യം ചെയ്തുകൂടാ? കാരണം അതായത് SFIയുടെയും അതുപോലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും ഇംഗിതത്തിന് വഴങ്ങാത്ത ഒരു വൈസ് ചാൻസലറെയും അവർ തുടരാൻ അനുവദിക്കില്ല. അതാണ് നിലപാട്. അത്തരമൊരു നിലപാടിന് എതിരെ എന്തുകൊണ്ട് നിയമ നടപടിയായിക്കൂടാ? അനിൽജി, അതിന്റെ കാരണം വളരെ വളരെ സിമ്പിൾ അല്ലേ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അവരെ നിയമിച്ചത് ഇന്നത്തെ സർക്കാർ. അവര് തന്നെയാണ് നമുക്ക് നിയമ പ്രൊട്ടക്ഷൻ ഒക്കെ തരേണ്ടത്. അവര് പൊളിറ്റിക്സിന് വേണ്ടി, പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടി ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളെ അയക്കുന്നു. അവര് മൊത്തം അധികാരവും കസേരകളും അപ്പോയിന്റ്മെന്റും ആ പ്രോസസ്സ് മൊത്തം ഹൈജാക്ക് ചെയ്യുന്നു. അവര് തൊക്കുകാണ്ട് അവരുടെ പാർട്ടിക്ക് വേണ്ടിയുള്ള ഗെയിൻസിന് വേണ്ടി അവരിങ്ങനെ എന്താ പറയുന്നത് അട്ടഹസിച്ച് മുന്നോട്ട് വരുന്നു. ഇതൊക്കെ ഡെമോക്രസിയിൽ അക്രമമാണ്. ഇനിയിപ്പോ നാളെ സിസോ തോമസ് ഒരുപക്ഷെ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം, പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ ഇവിടുത്തെ DGP ആക്ട് ചെയ്താൽ നല്ല DGP ആയിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹവും ഇവരെ വഴങ്ങി ഇവരുടെ കീഴിൽ നിൽക്കേണ്ടി വരും. ചീഫ് മിനിസ്റ്റർ ആയില്ലല്ലേ ഹോം ഇരിക്കുന്നത്. ചീഫ് മിനിസ്റ്റർ വിഷയം അനുസരിച്ചുള്ള DGP ചെയ്യത്തുള്ളൂ. അതുപോലെയല്ല മറ്റേ ചാൻസലർക്ക് എഴുതി കൊടുക്കണം. ചാൻസലർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കോടതി കൊടുത്തെന്ന് വിചാരിച്ചു, കോടതി ഒരു ഉത്തരവിടും, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു അർത്ഥത്തിൽ പറഞ്ഞാല് അവിടെ ഇരിക്കുന്ന ആ കസേര ഇരിക്കുന്ന ആ സ്ത്രീയെ സംബന്ധിച്ചോളം ഒരു നിസ്സഹായ അവസ്ഥയാണ്. ഇവരെല്ലാം എതിരല്ലേ. നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്രകാരം ചെയ്യാൻ വേണ്ടി കമ്പൽ ചെയ്യും. നിയമം നമുക്ക് തരേണ്ടവർ തന്നെ അപ്പുറത്ത് നിൽക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യും. രജിസ്ട്രാർ അവരെ അപ്പോയിന്റ് ചെയ്യും. ആ രജിസ്ട്രാറെ കൊണ്ട് വൈസ് ചാൻസലറുടെ അധികാരം കവർന്നെടുക്കുകയും തോന്നിയാസം ചെയ്യിക്കുകയും അൾട്ടിമേറ്റ്ലി ദേ വോണ്ട് ടു മേക്ക് പൊളിറ്റിക്കൽ ഗെയിൻ ഇൻ ഫേവർ ഓഫ് ദെയർ പാർട്ടി. അത് നടക്കാത്തതിന്റെ രൗദ്രഭാവമല്ലേ ഇങ്ങനെയൊക്കെ വരുന്നത്. അതുകൊണ്ട് കഷ്ടകാലത്തിന് അവര് അവിടെ കസേര ഇരിക്കുന്നു, ദുഃഖം തോന്നുന്നു. ധൈര്യമായിട്ടിരിക്കുക. നിയമം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ കൂടെ വരും. പക്ഷെ സൂക്ഷിക്കേണ്ടത് ചിലപ്പോൾ ഈ കൂട്ടങ്ങള് നിങ്ങളുടെ ജീവൻ പോലും എടുത്തു കളയും.